ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ കണ്ടാലോ? ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാനേ പുട്ടാട്ടോ. ഉമ്മയാണ് പുട്ടൊക്കെ ഉണ്ടാക്കുന്നത്. അങ്ങനെ പുട്ടിന് ആവി വന്നപ്പോഴേ നമ്മളത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി. പിന്നെ നമ്മൾ ആട്ടം വെച്ച തേങ്ങ ഇത്രയൊക്കെ ഉണങ്ങി കിട്ടി, ഇനി ഉണങ്ങാണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഉള്ളൊക്കെ അടിച്ചു വാരിയിട്ടേ രാവിലത്തെ ചായയൊക്കെ കുടിച്ചു. ഇന്ന് പുട്ടിന് നല്ല ചിക്കൻ കറിയും കൂടെ നല്ല കട്ടൻ ചായ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് ബാക്കി വന്ന പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഉച്ചക്കത്തെ പരിപാടികൾ തുടങ്ങി. ഇതിനാണേ കുറച്ച് കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടോ. ഉമ്മ പിന്നെ ചിക്കനൊന്നും കഴിക്കൂല, അതുകൊണ്ട് ഉമ്മക്ക് ആദ്യം ഞാൻ ചോറൊക്കെ ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് മത്തനും പയറും ഉപ്പേരിയും ഉണ്ടാക്കി. കറി ഇന്നിപ്പോൾ ചിരങ്ങ കേട്ടോ. ചിരങ്ങക്കറി ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ചിരങ്ങൊക്കെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് പാകത്തിന് ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് അത് വേവിക്കാൻ വെച്ചു. ഈ ടൈം ആയപ്പോഴേക്കേ നമ്മൾ വെച്ച ഉപ്പേരിയൊക്കെ റെഡി ആയിട്ടോ. അങ്ങനെ ഉപ്പേരിയൊക്കെ ആ ചട്ടിയിൽ നിന്ന് മാറ്റി. അപ്പോഴൊക്കെ നമ്മൾ ചിരങ്ങക്കറിയൊക്കെ വിസിൽ വന്നു. ഞാൻ കറി തൂമിക്കാനായിട്ട് ഈ ചട്ടിയിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ചെറിയുള്ളിയും വറ്റൽമുളകും ഇട്ട് വഴറ്റി കറിയൊക്കെ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലാം മിക്സാക്കി. കാക്കകൾ പിന്നെ തേങ്ങ കുത്തിക്കൊണ്ടു പോവാതിരിക്കാൻ അതിൻ്റെ മേലവാലൊക്കെ ഇട്ട് കൊടുത്തു. കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു, അത് പൊരിക്കുകയും ചെയ്തു. എനിക്ക് ചിലപ്പോൾ സ്വഭാവം കേട്ടോ ഫോണിൽ പാട്ടൊക്കെ കേട്ടിട്ട് പണിയെടുക്കൽ. അങ്ങനെ പാട്ടൊക്കെ കേട്ടിട്ടേ തുടക്കാൻ പോയി. തുടക്കലൊക്കെ കഴിഞ്ഞിട്ടേ കുക്കർ ബിരിയാണി ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചു. കുക്കർ ബിരിയാണി ഉണ്ടാക്കാനായിട്ടേ ആദ്യം ഫസ്റ്റ് നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു. കുറച്ച് സ്പൈസസും ഇഞ്ചി വെളുത്തുള്ളിയും പച്ചമുളക് ചതച്ചതും ഇട്ട് കൊടുത്ത് ഇതൊക്കെ മൂത്ത് വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് സവാളയും തക്കാളിയും ക്യാരറ്റും മല്ലിയിലയും കറിവേപ്പിലയും ഇതൊക്കെ ഒരുമിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഞാൻ ആദ്യമായിട്ടാട്ടോ ഒരു കുക്കർ ബിരിയാണി ഉണ്ടാക്കുന്നത്. പിന്നെ ഇതൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാം മിക്സാക്കി. ഇതൊന്ന് വേഗം വഴറ്റി കിട്ടാൻ കുറച്ച് ഉപ്പേ ആദ്യം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. കുറച്ച് ചിക്കനിൽ മസാല ആക്കിയിട്ടേ അത് പൊരിക്കുകയും ചെയ്തു. കുക്കർ ബിരിയാണിയിലേക്ക് ഞാൻ ചേർത്ത പൊടികളെ കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളകും പൊടി, കുറച്ച് ചിക്കൻ മസാലപ്പൊടി. ഉപ്പില്ല തോന്നിയപ്പോഴേ കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തു. പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടേ എല്ലാം വീണ്ടും വഴറ്റി കൊടുത്തു. പിന്നെ നമ്മൾ നേരത്തെ മസാല ആക്കിയ ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതൊരു കുറച്ച് പുളിക്ക് വേണ്ടിയിട്ടേ കുറച്ച് തൈര് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം കഴുകി മാറ്റി വെച്ച അരിയൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം മിക്സാക്കി വേവുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം പുറത്തേക്ക് പോവാതിരിക്കാനേ ഒരു സ്പൂൺ ഇട്ട് കൊടുത്ത് കുക്കർ അടച്ചു വെച്ചു. അങ്ങനെ 2 വിസിൽ വന്നപ്പോഴേ നമ്മളെ കുക്കർ ബിരിയാണി റെഡിയായി. ബിരിയാണിക്ക് കുറച്ച് വേവ് കൂടുതലുണ്ടായിരുന്നു, എന്നാലും ടേസ്റ്റിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇനി നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.